തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരമേറ്റ് രണ്ടാം ദിവസം തന്നെ ബിജെപിക്ക് തലവേദനയായി ആർ ശ്രീലേഖയുടെ സെൽഫ് ഗോൾ. എന്നിട്ട് കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടക നൽകി പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിയാൻ വി.കെ. പ്രശാന്ത് എം.എൽ.എയോട് ശ്രീലേഖ ആവശ്യപ്പെട്ടത് നേതൃത്വത്തോട് ആലോചിക്കാതെ. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് എം.എൽ.എയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്? എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എം.എൽ.എക്കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൗൺസിലർ? അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. അവസാനം ക്യാപ്റ്റൻ കളത്തിൽ വാള് വെക്കൂ. എന്റെ അറിവനുസരിച്ച് ഈ ഒരു കെട്ടിടം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടമാണ്. ഇതിന്റെ സോണൽ ഓഫീസും കൗൺസിലറിന്റെ ഓഫീസും പ്രവർത്തിക്കേണ്ട സ്ഥലമാണ്. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കിട്ടിയാൽ എനിക്ക് 5 വർഷത്തേക്ക് കൗൺസിലർ ആയിരിക്കേണ്ടതല്ലേ, എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ, എനിക്കിവിടെ ജോലി ചെയ്യേണ്ടതല്ലേ, ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരിമിതമായ സ്ഥലത്ത് ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ദയവ് ഇതൊന്ന് പരിഗണിക്കണം. പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി പ്ലീസ്, എൻ്റെ റിക്വസ്റ്റാണ്, ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അത് പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിന് ശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. മധു കേട്ടതാണ്, എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അദ്ദേഹത്തോടും ചോദിക്കാം. എൻ്റെ ഫോണിൽ റെക്കോർഡില്ല, ഞാൻ അങ്ങനെ ഒരു ക്രാഫ്റ്റ്നെസ് എനിക്കില്ല, ഞാൻ ആരുടെയും ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല. പക്ഷേ എൻ്റെ അറിവിൽ പ്രശാന്തിൻ്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. എൻ്റെ യാചനാ സ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച സ്വരവും നിങ്ങൾക്ക് തന്നെ നേരിട്ട് കേൾക്കാം. ഒത്തില്ല, എന്താണ് ഒത്തില്ല, ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. വട്ടിയൂർക്കാവ് എം.എൽ.എയുടെ ഓഫീസ് കെട്ടിടം കുറഞ്ഞ വാടകയ്ക്ക് നൽകിയതിനെപ്പറ്റി അന്വേഷിക്കുമെന്ന് തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് വി. രാജേഷ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ രേഖകളൊന്നും പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നത് 832 രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് ഒരു 380, കൃത്യമായിട്ട് അളന്നാൽ മാത്രമേ അളവ് പറയാൻ സാധിക്കുകയുള്ളൂ, സ്ക്വയർ ഫീറ്റ് 300-350 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് അവിടെ വാടകയ്ക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റൂം കൊടുത്തിരിക്കുന്നത് 832 രൂപയ്ക്കാണ് മാസം. സിറ്റിയിലെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അത് പോരാ. ഞാൻ എം.എൽ.എ ഓഫീസ് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറയുന്നില്ല. അത് ചർച്ച ചെയ്ത് കൺസേൺഡ് അതോറിറ്റീസ് തീരുമാനിക്കേണ്ടതാണ്. അതല്ല ഉദ്ദേശം, പൊതുജനങ്ങൾ വരുന്നതാണ്. അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ റേറ്റാണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരു 300-400 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ബിൽഡിങ് 832 രൂപയ്ക്ക് ശാസ്തമംഗലം പോകുന്ന ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ എവിടെ കിട്ടും? കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. 15,000 രൂപ കോർപ്പറേഷന് കിട്ടേണ്ടതാണ് 832 രൂപ കൊടുത്തിരിക്കുന്നത്. ഞാൻ എം.എൽ.എ ഓഫീസുമായിട്ട് കമ്പയർ ചെയ്യുകയല്ല, നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കരുത്. ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക്, ഞാൻ വേറെ പോയിന്റോട്ടാണ് ഇപ്പോൾ പറയുന്നത്, കോർപ്പറേഷനിലെ 100 കണക്കിന് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്ന തുക പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത്.